ആരാടിയ വിരുന്നുകാര്? ബന്ധുക്കളുണ്ടായിട്ട് വേണ്ടേ വിരുന്ന് വരാൻ. ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണും. ചേച്ചി നാടകമൊക്കെ ഉണ്ടോ? കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കുളത്തൊരു കളിയുണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ നാടക. ഗ്യാപ്പ് കളിയാ. നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ? അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ ജയശ്രീ കിട്ടുമെന്ന് അറിയാൻ വന്നത്. ഞങ്ങള് കവലക്കൽ കുര്യച്ചന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. വൈകിട്ട് കുറച്ച് സിനിമാക്കാരാ ഗസ്റ്റ്. പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗാ. ഡയറക്ടർ കമൽ സാറാ. കമലിക്കയോ? അയ്യോ, നിനക്കറിയാവോ? ഇല്ല, പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ. പറ്റിയില്ല. ഇന്ന് പരിചയപ്പെടാമല്ലോ. ആ നാശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ. പുതിയ പടത്തില് നായിക ആയിട്ടില്ലെന്നാ കേട്ടത്. ജയശ്രീയുടെ ഡാൻസ് എങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട. എന്റെ മനസ്സിലെ ആഗ്രഹം അത്. നീ പൊയ്ക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പൊയ്ക്കോളാം. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വരാൻ വാ. ഇപ്പൊ വരാമേ. എന്താടി? പറയാം വാ. ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു, അത്ര തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണണം. ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും. അത് മാത്രമല്ല, സിനിമയിൽ ഒരു അവസരം കിട്ടിയ എന്താ പുളിക്കുവോ? നമ്മളും രക്ഷപ്പെടും. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ട കയറട്ടെ. ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോകേണ്ടി വരും. ഞാൻ വരത്തില്ല. ഇവളെ ഞാനിന്ന് കൊല്ലും. എന്റെ പൊന്നു രേവമി ഒന്നും മിണ്ടാതിരിക്കും, പുറത്ത് ആളുണ്ട്. ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് 10 കാശ് ഉണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന. ഇന്നയക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. നേരം നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്നും മിണ്ടാതിരിക്കാൻ. നീ ചെന്ന് വിളിച്ചു ചോദിക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല്ല്. അതെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതാ മര്യാദ. പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിയിട്ടില്ല. മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും. വിളിക്കട്ടെ, അവളായിട്ട് മര്യാദ കേട്ട് കാട്ടണ്ട. വിളിച്ചു ചോദിക്കട്ടെ. കുര്യച്ചന്റെ ബോട്ടിലോ? അതെ, നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും. അല്ലാതെ അമ്മ സമ്മതിക്കില്ല. ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല. ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ, ഞാൻ വിളിക്കാം. എളുപ്പം വിളിക്കണേ. ആ ശരി. ശരി. എന്നാ പറഞ്ഞു? ഒരു മീറ്റിംഗിലാ, ഇപ്പൊ വിളിക്കും. അവന്മാരപ്പുറത്ത് കിടന്ന് കയറ് പൊട്ടിക്കുക. എന്നാ പറയണം? വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ? ഉണ്ടാവും. ഉറപ്പാണോ? ആ ഹലോ. ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് റെഡിയായി നിൽക്കണേ. ആ, ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. ഇന്ന് നമുക്ക് നാടകമുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി. ഞാൻ പോയി പറയട്ടെ. നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാ നിന്റെ അമ്മ പറയുന്നത്. അവക്കതിൽ നല്ല വേവലാതിയുണ്ട്. മാറ്റം ഉണ്ടെന്നോ? എനിക്കോ? നോക്കിക്കേ, എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ജയശ്രീ, ആ ഗോപനെത്തി. എടി, ഞാനും കൂടെ വരാം. നിന്നെ തനിച്ച് വിട്ടുന്നെങ്ങാ നിന്റെ അമ്മ അറിഞ്ഞ. കുരേശന്റെ ബോട്ടിലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. ഇതിപ്പോ അതൊന്നും വേണ്ട. ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും. അനു ടാറ്റാ. ഇന്ന് ബാബുവേട്ടൻ എന്തേ? അവന് നല്ല സുഖമില്ല. ഇവളെ നേരത്തെ ഇങ്ങ് എത്തിച്ചേക്കണേ. ഇന്ന് രാത്രി ഇവളെ നോക്കേണ്ട ചുമതല എനിക്കാ. ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ. ശരി എന്നാ. ശരി, ടാറ്റാ. ടാറ്റാ. ഡാൻസ് കഴിയുമ്പോൾ പോരണേ. ശരി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഇന്ന് ഗസ്റ്റ് ഇല്ല. പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അതെല്ലാം ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്. ഒറ്റത്തുമ്പി
നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പെട്ടു തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ. മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ലകളിൽ. ചില്ലകൾ തണലല്ലേ അല്ലേ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പെട്ടു തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഇന്നോളം കണ്ടീല ചമയം തെല്ലില്ലാതെ കൗമാരം കൊണ്ടാടും പൂവേ നിന്നെ. പൂന്തിന്നൽ പോലെ നീ അണയുമ്പോൾ അന്നൊന്നും ഞാൻ ഗന്ധം തന്നീല, നീ വാങ്ങില്ല. ഇന്നു നീ പൂവല്ല ഈ നെഞ്ചിൻ പെണ്ണല്ലേ. പെണ്ണിന്റെ കൺമുന്നിൽ കണ്ണന്നീ മായല്ലേ. ഓടത്തണ്ടായി നീ എൻ ചുണ്ടിൽ ചേരുമ്പോഴോ തഴുതിത്തിത്തറ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പെട്ടു തൊട്ടപ്പോഴേ ഇഷ്ടം തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഞാൻ ഇറങ്ങുക, ഒരു കണ്ണിങ്ങോട്ട് വേണേ. നീന്തോ കാറ്റായി അരികെ ഞാൻ ഞാറായി നീരാടി നാം ഒന്നായി ഓ, ആകാശം മേലാകെ മഴമേഘം പൂശുമ്പോൾ ഇന്നാദ്യം കണ്ടു നിന്നിന്നൽ ചന്തം. പിന്നാലെ പെയ്യാം ഞാൻ വർഷം പോൽ നിന്നിലേ. അന്നേരം തുള്ളാം ഞാൻ കായൽ പോൽ നിൻ കൂടെ. വെള്ളം മീതെ വള്ളം മേലെ നീയും ഞാനും തകർത്തിത്താര ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പെട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ. മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ലകളിൽ. നിൻ ചില്ലകൾ തണലല്ലേ അല്ലേ. എന്തുവാടാ വള്ളത്തെ പരിപാടി? അത്രയ്ക്ക് ക്ഷീണിച്ചോ മോളെ? ചേട്ടന്മാരെക്കാളും വലത്ത അനിയൻ. ആരാടാ ഈ ബോട്ട്? എന്റെയാ സാറേ. ആരാ ഗസ്റ്റ്? ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല. സ്റ്റാഫോ? ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവളാരാ? ഗസ്റ്റ് ഉള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ. ഇപ്പോഴോ? എന്താടാ നാവിറങ്ങിപ്പോയോ? അല്ല
ആളില്ലാത്ത നേരത്തെ ഇവളെയും വിളിച്ചു കയറ്റി അവന്റെ ഒരു കേറ ബോട്ടില് സാറേ ഞാൻ ഇങ്ങോട്ട് കേറാൻ ഇങ്ങോട്ട് കയറാ. ഇങ്ങോട്ട് കേറാ. ഓ നിന്നോട് ഇനിയിപ്പൊ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും. ഇങ്ങോട്ട് കേറി. അവളുടെ ഒരു എന്നെ അങ്ങോട്ട് കേറ്റണ്ട. ഇങ്ങോട്ട് ഇറങ്ങി പാടി വിളിച്ച് കേട്ടടൂ. പോകാം വേഗം പോകൂ. വലിയ ചൂടാണ് മോളെ. വല്ലപ്പോഴും Thank you.